എങ്ങനെയെങ്കിലും ഓളടുത്ത് എത്തിയാൽ മതി എന്നായിരിക്കും ഈ കല്യാണത്തിന്റെ തുടക്കകാലത്ത് നമുക്ക് ഉണ്ടാവുക. എനിക്ക് എങ്ങനെയെങ്കിലും ഓളടുത്ത് എത്തണം, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾ എങ്ങനെയും വീട്ടിൽ പോയാൽ മതി എന്നുള്ള സംഭവത്തിലായിരുന്നു. ആലോചിച്ചൊക്കെ അങ്ങനെയാണെങ്കിൽ ഉറപ്പാണ് മടുത്തിരിക്കും. അവീതം പോലുള്ള ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്താണ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യത. എല്ലാ മനുഷ്യനും നേടിയെടുക്കുന്നത് വരെയാണ് ഒരു കാര്യം പാഷനറ്റ് ആയിട്ട് മൈൻഡിലുണ്ടാവുക. എല്ലാം അങ്ങനെ. അപ്പം എനിക്കൊരു കാറ് മേടിക്കാൻ താല്പര്യമുണ്ട്, ആ കാറ് നേടുന്നത് വരെ ഞാൻ പാഷനറ്റാ. അത് കഴിഞ്ഞാൽ അത് മാറും, കാരണം എനിക്ക് അത് അടുത്ത കാറ് വേണം. പക്ഷെ ഒരു കാര്യത്തിൽ അങ്ങനെ ആവാൻ പാടില്ല, അതാണ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. കാരണം എന്റെ ലൈഫിലോട്ടേക്ക് ഒരാൾ വരികയാണ്, എന്റെ ഭാര്യയാണ്, എന്റെ ഭർത്താവാണ്, എന്റെ ലൈഫ് പാർട്ട്ണറാണ്, ഇത്രയും പാഷനറ്റ് ആണ്. കാരണം അത്ര എക്സൈറ്റഡ് ആണ് ഞാൻ വെൽക്കം ചെയ്യാൻ. നേടിയെടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ശീലിച്ച അതേ കാര്യം തന്നെ അവർ നേടിയെടുത്ത് കഴിഞ്ഞു. ഇതിപ്പോ എന്റേതാണല്ലോ. എന്റേതായി കഴിഞ്ഞാൽ പ്രത്യേകം എന്താ വെച്ചാൽ ഞാൻ അതിലേക്ക് നോക്കുന്നു കുറയ്ക്കും. എന്റേതാവുന്നത് വരെ എന്താ ഞാൻ അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഏറ്റവും വലിയ വിഷയത നോക്കിക്കൊണ്ടിരിക്കാന്നാ. നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ആ ഭംഗി തോന്നും. ഒരു കാലത്ത് എനിക്ക് അത്രയും ഫീൽ എന്റെ ഭാര്യ തന്നുകൊണ്ടിരുന്നിരുന്നു. ഇപ്പൊ ആ ഫീൽ എന്റെ ഭാര്യ എനിക്ക് തരാത്തത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ അവളെ ഫോക്കസ് ചെയ്യുന്നില്ല. അവളെന്റെ പ്രയോറിറ്റി അല്ല. പ്രയോറിറ്റി ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ ഞാൻ എഫേർട്ട് ഇട്ടാലേ എനിക്കത് തോന്നുള്ളൂ. പലപ്പോഴും നമുക്ക് വരുന്ന ഫീലിംഗ് ഇല്ലേ, എന്റെ ഭാര്യ എനിക്ക് തരുന്ന ഫീലിംഗാ. എന്റെ ഭാര്യ എപ്പോഴും എനിക്ക് ഫീൽ തന്നുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കടമ ചെയ്തുകൊണ്ടിരിക്കണം എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ എന്റെ തലച്ചോറ് പഠിക്കുക ചെയ്യുക ഇയാൾ ഇമ്പോർട്ടന്റ് ആണ് എന്ന്. അതായത് ഞാൻ ഒരാളിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് അത് ഇമ്പോർട്ടന്റ് ആണ്, അയാൾക്ക് ചെയ്തു കൊടുക്കണം, അതാണ് എന്റെ സന്തോഷം എന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളിൽ നമുക്ക് ആ ഒരു ഫീല് കിട്ടാൻ തുടങ്ങും. അതാണ് റിലേഷൻഷിപ്പിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ അത് നേടിയെടുത്ത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നത് പോലെ തന്നെ റിലേഷൻഷിപ്പിനെയും കാണും. അങ്ങനെയാണെങ്കിൽ ഉറപ്പാണ് മടുത്തിരിക്കും. അവീതം പോലുള്ള ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്താണ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യത.